ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാവരും പുതിയ ക്ലാസ്സിലോട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികൾ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ തുടങ്ങാം. അതിനകത്തിലെ എക്സർസൈസുകൾ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മനസ്സിലാകാഴികയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രിയ ബ്രോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag cost 300 rupees more than the slippers. അവിടെ നമ്മൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. മോർ ദാൻ എന്ന വാക്കിന് അർത്ഥം അറിയാമല്ലോ നിങ്ങൾക്ക്, കൂടുതലാണ്. മോർ ദാൻ അത് ഓർത്ത് വെച്ചിരിക്കണം. ഇതിവിടെ ചെരുപ്പിൻ്റെ വിലയാണെന്ന് പറഞ്ഞ ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. കണ്ടോ, ഇനി രണ്ടിൻ്റെയും വില കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ഇത് നമ്മൾ അറിയാത്തൊരു സാധനത്തിൻ്റെ വില നമ്മൾ എപ്പോഴും എന്തെന്നെടുക്കണം? എക്സ് എന്ന് എടുക്കണം. നമുക്കൊരു സാധനത്തിൻ്റെ വില അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എക്സ് എന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് എന്ന് എടുത്തതും കൊണ്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അറിയാത്ത സാധനത്തിൻ്റെ വിലയെ നമ്മൾ എക്സ് എന്ന് എടുക്കണം. ഇവിടെ നമ്മൾ എന്തിൻ്റെ വിലയാണ് നമ്മൾ എക്സ് എന്ന് എടുക്കാൻ പോകുന്നത്? നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം ചെരുപ്പിൻ്റെ വിലയെ നമ്മൾ എക്സ് എന്ന് എടുത്തു. ചെരുപ്പിൻ്റെ വിലയെ എക്സ് എന്ന് എടുത്തു ആണല്ലോ. ചെരുപ്പിൻ്റെ വില നമ്മുടെ എക്സ് ആണ്. അപ്പോൾ ഇനി ബാഗിൻ്റെ വില എത്ര ആയിരിക്കും? എക്സ് പ്ലസ് 300 അല്ലയോ? എക്സ് പ്ലസ് 300 ആണ് ആരുടെ വില? ബാഗിൻ്റെ വില. നോക്ക്, ബാഗിൻ്റെ ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അപ്പോൾ ആദ്യത്തിൻ്റെ വില നമ്മൾ എക്സ് എന്ന് എടുത്ത്, രണ്ടാമത്തിൻ്റെ എക്സ് പ്ലസ് 300. ഇത് രണ്ടും കൂടെ ചേർന്നാൽ എത്ര രൂപയാവുക? എക്സും എക്സ് പ്ലസ് 300 കൂടെ ചേർന്നാൽ എത്ര രൂപയാവും? 1100, 1100 രൂപയാവും. എക്സും എക്സ് പ്ലസ് 300 കൂടെ ചേർന്നാൽ 1100. അപ്പം എക്സും എക്സും കൂടെ കൂട്ടിയാൽ 2x പ്ലസ് 300. 300 എക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് 300 തന്നെ എഴുതുന്നത്. 2x പ്ലസ് 300 എന്ന് പറഞ്ഞാൽ എത്ര? 1100 എന്ന് കിട്ടും നമുക്ക്. കണ്ടോ, ഇനി ഇതിനകത്തിൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എത്ര ആണ്, ഈ എക്സ് എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആ എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തോ ചെയ്തു? ഈ 300നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഈ 300നെ ഇവിടോട്ട് കൊണ്ടുവരണം. ഈ 300നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുവരണം. 300 ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് എന്തോ ആവും? മൈനസ് ആവും. കാരണം ഇവിടെ പ്ലസ് 300. ഇങ്ങനെ നമ്മൾ ഫുൾ എടുക്കണം. ഈ പ്ലസ് 300 ഇവിടെ വരുമ്പം മൈനസ് 300 ആവും. അപ്പോൾ പ്ലസ് 300 അപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്തായി മാറി? മൈനസ് 300 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് എഴുതി നോക്കാം. അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഈ പ്ലസ് 300 മണ്ടക്കോട്ട് പോകുമ്പോഴത്തേക്ക് മൈനസ് 300 ആവും. ഓക്കെ, അപ്പം 2x ഈക്വൽ ടു 1100 മൈനസ് 300. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ചെയ്യാൻ പറ്റുമല്ലോ. 2x എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് കിട്ടി? 2x ഈക്വൽ ടു 1100 നിന്ന് 300 കുറച്ചാൽ 1100 നിന്ന് 300 കുറച്ചാൽ 800 എന്ന് കിട്ടും. കണ്ടോ, 2x എന്ന് പറഞ്ഞാൽ നമുക്ക് 800 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ് എത്ര? എക്സ് ഈക്വൽ ടു 2x, 2x ആയിരുന്നു. 2x 2 ഇൻറ്റു എക്സ് എന്നാണ്. 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ആണ്. ഇപ്പോൾ ഇപ്പുറത്ത് വരുമ്പോഴോ ഈ 2 എന്നുള്ളത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായി മാറും? അത് ഇവിടെ നമ്മൾ ഇൻറ്റു ആ ചെയ്ത്, അതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് 800 ഡിവൈഡഡ് ബൈ 2. ഇത് ഓൾറെഡി നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എത്ര എന്ന് കിട്ടി? 400 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ ശരിയാണോ നോക്കാൻ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിയത് എന്ത്? എക്സും എക്സ് പ്ലസ് 300. അപ്പോൾ ഒന്നാമത്തെ വില 400 എന്ന് നമ്മൾ പറഞ്ഞു. 400ൻ്റെ കൂടെ 300 കൂട്ടിയാൽ 700 രണ്ടാമത്തെ വില. രണ്ടുകൂടെ കൂട്ടിയാൽ 1100. ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് ശരിയാണോ എന്ന് നോക്കണം നമ്മുടെ ആൻസർ. ശരിയാണെങ്കിൽ, നമ്മുടെ ഉത്തരം ശരിയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇട്ട് 700 400 1100 ഈക്വൽ ടു 1100 എന്ന് തന്നെ കിട്ടും. കണ്ടോ, നമ്മുടെ ആൻസർ ശരിയാണെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഇന്നത്തെ പറഞ്ഞു തരാം. നമുക്ക് എല്ലാ കണക്കിലും ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇത് ചെയ്തത് നമ്മളൊരു സംഖ്യയുടെ ഇപ്പം ഈ സൈഡിൽ പ്ലസ് കിടക്കുന്നു. പ്ലസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. ഇനി ഇവിടെ മൈനസ് കിടക്കുന്നതെങ്കിൽ ഇത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അതുപോലെ വേറെ രണ്ട് സാധനങ്ങളുണ്ട്, ഇൻറ്റുവും ഡിവൈഡും. ഈ ഡിവൈഡ് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും, ഇൻറ്റു അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡായിട്ട് മാറും. ഈ സാധനം ഓർത്ത് വെച്ചോളാം. പ്ലസ് ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും, ഡിവൈഡ് അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും, ഇൻറ്റു അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഒരിക്കലും മറക്കരുത് ഇനി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇതേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ രണ്ട് സംഖ്യകളുടെ സമ്മ് 26ഉം ഡിഫറൻസ് 4ഉം. ഇവിടെ ഒരു സംഖ്യയല്ല, രണ്ട് സംഖ്യകൾ വന്നു. അപ്പോൾ തന്നെ നമുക്ക് രണ്ട് വേരിയബിൾസ് വേണ്ടി വരും. നമുക്ക് അറിയാത്ത രണ്ട് സംഖ്യകൾ, ഒന്നാമത്തെ എക്സും രണ്ടാമത്തത് വേറെ എക്സും രണ്ടാമത്തത് വൈ എന്നും എടുക്കാം. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്ന് കിട്ടും? 26 എന്ന് കിട്ടും. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നതോ 4 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ വെച്ച് നമ്മൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത നമ്മുടെ മുമ്പിലെ പ്രശ്നം. രണ്ട് ഇക്വേഷൻ ഉണ്ട് നമ്മുടെ മുമ്പിൽ. നമുക്ക് എക്സും വേണം വൈയും വേണം. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വില കണ്ടുപിടിക്കണം. ഒന്നുകിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വൈയുടെ വില. അതായത് കറക്റ്റ് ആക്ച്വലി ഒരു നമ്പറിൽ കിട്ടത്തില്ല, ഒരു ഇക്വേഷൻ പോലെ കിട്ടും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ഇങ്ങോട്ട് എടുക്കുവാണേ. ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കിടക്കണം. ബാക്കിയുള്ളവരെ ഈക്വൽ ടുവിൻ്റെ വലത്തെ സൈഡിലോട്ട് വരണം. എക്സ് ഈക്വൽ ടു, പിന്നെ ഇവിടെ ആരാ ഉള്ളത്? മൈനസ് വൈ. ഇവിടെ ആരാ ഉള്ളത്? മൈനസ് വൈ. ഈ മൈനസ് വൈ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായി മാറും? പ്ലസ് വൈ ആയിട്ട് മാറും. അപ്പോൾ ഇപ്പുറത്ത് വരുമ്പം പ്ലസ് വൈ. ആരുടെ കൂടെ പ്ലസ് ചെയ്യണ്ടേ? 4 പ്ലസ് വൈ എന്നായി മാറി. കണ്ടോ? 4 പ്ലസ് ജി എന്നാണ് വായിക്കുന്നത്, ഇല്ലയോ? 4 പ്ലസ് വൈ എന്നായി മാറി. കണ്ടോ? എക്സ് എന്തായി മാറി? എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ എന്നായിട്ട് മാറി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, ഈ രണ്ടാമത് കിട്ടിയ ഇത് കണ്ടോ, ഈ ഒരെണ്ണം, ഈ രണ്ടാമത് കിട്ടിയതിനെ ഞാൻ ഒന്നാമത്തേതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എക്സിന് പകരം ആരായി? എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ. എക്സിന് പകരം ആരായി? 4 പ്ലസ് വൈ. എക്സ് എന്ന് പറയുന്നത് 4 പ്ലസ് വൈ ആയി. അതിൻ്റെ കൂടെ ആരോടെ ഉണ്ട്? പ്ലസ് വൈ. എത്ര എന്ന് കിട്ടും? 26 എന്ന് കിട്ടും. അതുകൊണ്ട് ഈ കാണുന്ന എക്സ് കണ്ടോ, ഈ കാണുന്ന എക്സിന് പകരം ഞാൻ ഇവിടുന്ന് 4 പ്ലസ് വൈ എന്നുള്ള ആളെ കൊടുത്തുകൊണ്ട് എക്സ് ഇവിടുന്ന് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ എക്സിനെ കണ്ടുപിടിച്ചായിരുന്നു. എക്സിനെ കണ്ടുപിടിച്ചിട്ട് അടുത്ത ഇക്വേഷനിൽ കൊണ്ടുവന്ന് ആ എക്സിൻ്റെ വില കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്കിനി ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കിട്ടിയാണ്ടോ 4 പ്ലസ് വൈ, അതായത് ഈ എക്സിനെ നമുക്ക് 4 പ്ലസ് വൈ എന്ന് കിട്ടി. ഇതാണ്ടോ 4 പ്ലസ് വൈ. ഈ വൈയെ നമ്മൾ പ്ലസ് വൈ, ഈ വൈ പ്ലസ് വൈ ഈക്വൽ ടു 26 കിട്ടി. കണ്ടോ ഓരോന്നും ആ ഇക്വേഷനോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്കിതിനകത്ത് നിന്ന് ആരുടെ വില കിട്ടും? 4 പ്ലസ് വൈ ഈക്വൽ ടു 26 എന്ന് കിട്ടി. 4 പ്ലസ് വൈ ഇതിനെ ഞാൻ എന്തോ എഴുതി? 4 പ്ലസ് 2y എന്ന് എഴുതി. ഈ വൈയുടെ ചേർന്നാൽ 2y ഈക്വൽ ടു 26 എന്ന് കിട്ടി. മുമ്പത്തെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ഈ 4നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പം 4 എന്തോ, ഇത് പ്ലസ് 4 അപ്പോൾ എന്തോ ചെയ്യും? 2y ഈക്വൽ ടു 26 മൈനസ് 4 എന്ന് കിട്ടി. അതെത്ര? 22 എന്ന് കിട്ടി. 2y എന്ന് പറയുന്നത് 22 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ y എത്ര ആയിരിക്കും? y ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 11 എന്ന് കിട്ടും. y എത്ര എന്ന് കിട്ടി? 11 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇക്വേഷൻ നോക്കിയേ. ഇതുണ്ട് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. എക്സ് മൈനസ് വൈ വേണ്ട, നമുക്ക് എക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ തന്നെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എക്സ് കൂടെ കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 പ്ലസ് 11 അല്ലയോ വൈ ഈക്വൽ ടു 15 എന്ന് കിട്ടി. നമുക്ക് വൈയും കിട്ടി എക്സും കിട്ടി. ശരിയാണെന്ന് നോക്കാം. 15ഉം 11ഉം എത്ര കിട്ടും? 26. തമ്മിലുള്ള ഡിഫറൻസ് 4. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയല്ലേ? അപ്പോൾ എക്സും വൈയും എത്ര എന്നൊക്കെ കിട്ടി? 11 15. ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിരുന്നു. ഒന്നുകൂടെ ഞാൻ ആദ്യത്തെ ഭാഗത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ രണ്ട് ഇക്വേഷൻ, രണ്ട് വേരിയബിളായിട്ട് എടുത്തു. എക്സ് പ്ലസ് വൈ 26, രണ്ടും കൂടെ കൂട്ടിയാൽ 26 കിട്ടുന്നുണ്ട്. ഇനി എക്സ് മൈനസ് വൈ 4 തമ്മിൽ കുറച്ചാൽ 4 ഡിഫറൻസ്. എന്താണ് നമുക്ക് ഇത് സമ്മ് 26ഉം ഡിഫറൻസ് 4ഉം. അത് രണ്ടും നമ്മൾ എന്താണ് സമ്മ് 26 ആയിട്ട് എടുത്തു, പ്ലസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മൈനസ്, അത് 4 ആയിട്ട് എടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കത്തിയല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ചിലപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ എക്സിൻ്റെ വില കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ, ഇത് ഏറ്റവും ചെറിയ നമ്പർ രണ്ടാമത്തെ ആണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തത്. ഓക്കെ, എക്സ് ഈക്വൽ ടു ഈ മൈനസ് വൈ ഇപ്പുറത്ത് വന്ന് പ്ലസ് വൈ ആയി, 4 പ്ലസ് വൈ. ഈ വാല്യൂവിനെ ഞാൻ കൊണ്ടുവന്ന് ഈ എക്സിന് കൊടുത്തു, ഈ എക്സിൻ്റെ വാല്യൂ ആയിട്ട് കൊടുത്തു. അപ്പോൾ അതെന്തായി മാറി? 4 പ്ലസ് വൈ എന്നായി മാറി. 4 പ്ലസ് 2y 26. അപ്പോൾ 2y 22 എന്ന് കിട്ടി, y 11 എന്ന് കിട്ടി. അത് വെച്ച് എക്സ് ഈക്വൽ ടു 4 പ്ലസ് 11 15 എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായോ? തന്നെ ചെയ്ത് നോക്കണേ.
നമുക്കടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ചുറ്റളവ്, അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് 40 ആണ്. അതേപോലെ വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. ഇത് ഓർത്ത് വെച്ചോണം, ലോങ്ങർ ദാൻ ദ അതർ, മറ്റേ വശത്തിനെക്കാട്ടിൽ കൂടുതലാണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്, അതിൻ്റെ ലെങ്തുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ആ രൂപം ഒന്ന് ചുമ്മാ ഒന്ന് നമുക്ക് റഫായിട്ട് വരച്ച് നോക്കാം. എന്താ അത്? ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരമാണ്. ഇതിൻ്റെ ചുറ്റളവ് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര എന്ന് കിട്ടും? 40 എന്ന് കിട്ടും. 4 സൈഡൂടെ കൂട്ടിയാൽ 40 എന്ന് കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഒരു സൈഡ് 10 അങ്ങനെ നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തരുത്. കാരണം നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? വൺ സൈഡ് ഈസ് 8 സെൻറ്റി. ഇത് സ്ക്വയർ അല്ല, റെക്റ്റാങ്കിൾ ആണ്. സ്ക്വയർ ആണെങ്കിൽ എന്തോ ഒരു സൈഡ് 10 പെട്ടെന്ന് ഉത്തരത്തിലെത്തേനെ. അപ്പോൾ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് മാത്രമല്ല എന്തോ ഒരു സൈഡിനെക്കാട്ടിൽ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ് അടുത്ത സൈഡ്. അപ്പോൾ ഞാൻ ഈ സൈഡിനെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും എന്തായി? എക്സ് ആയി. രണ്ട് സൈഡുകൾ എന്തായി മാറി? എനിക്ക് എക്സ് ആയിട്ട് കിട്ടി. അപ്പോൾ ഈ സൈഡ് എന്തായിരിക്കും? എക്സ് പ്ലസ് 8. ഈ സൈഡ് എക്സ് പ്ലസ് 8. ഈ റഫ് ഫിഗർ നിങ്ങളുടെ മനസ്സിൽ കിട്ടിയോ? ഈ സൈഡ് എക്സ്, ഇപ്പുറത്തെ സൈഡ് എക്സ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് റെക്റ്റാങ്കിളിൻ്റെ. ഈ സൈഡ് എക്സ് പ്ലസ് 8, എക്സ് പ്ലസ് 8. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം നമുക്ക്. എക്സ് പ്ലസ്, ഞാൻ ഇവിടെ നിന്ന് എടുക്കുക, ഈ എക്സ്, അടുത്തത് എക്സ് പ്ലസ് 8, എക്സ് പ്ലസ് 8 പ്ലസ് ദണ്ട് ഈ എക്സ് പ്ലസ് ഈ എക്സ് പ്ലസ് 8. എക്സ് പ്ലസ് 8 ഈക്വൽ ടു 40. ഞാൻ എടുത്തത് വേണ്ട ഈ എക്സ് അധികം എക്സ് പ്ലസ് 8 അധികം എക്സ് അധികം എക്സ് പ്ലസ് 8 ഈക്വൽ ടു ഈ 40 എന്ന് കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ നമുക്കിനി എക്സുകളെല്ലാം ഒന്നിച്ച് എഴുതണം, 8കളെല്ലാം കൂടെ ചേർത്ത് എഴുതണം. 1, 2, 3, 4. നമുക്ക് എത്ര എക്സ് ഉണ്ട്? 4x. അപ്പോൾ 4x. പിന്നെ എത്ര 8 ഉണ്ട്? 1, 2. 2 8 ചേർന്നാൽ 8 പ്ലസ് 8 16. 4x പ്ലസ് 16 ഈക്വൽ ടു 40. ഇത് ഭയങ്കര സിമ്പിൾ ആയില്ലേ? ഇനി ഉത്തരത്തിലേക്ക് എത്താൻ ഭയങ്കര എളുപ്പമല്ലേ? ഒന്ന് ഉത്തരം ചെയ്ത് നോക്കിയേ. എത്ര ഉത്തരം വരുന്നേ? അപ്പോൾ 4x ഈ സൈഡിൽ കിടക്കുന്നു ഈക്വൽ ടു 40 പ്ലസ് 16 ആണോ മൈനസ് 16 ആണോ? പ്ലസ് 16 ആണോ മൈനസ് 16 ആണോ? ഏതാ വരുന്നത്? പ്ലസ് 16 ആണോ മൈനസ് 16 ആണോ? ഏതാ? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ പ്ലസ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 16. എത്ര എന്ന് കിട്ടും? 4x ഈക്വൽ ടു 40 നിന്ന് 16 കുറച്ചാൽ എത്ര? 24. എത്ര കിട്ടുന്നത്? 24. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇവിടെ ഇൻറ്റു 4 4x എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് എന്നാ. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 4 എത്ര എന്ന് കിട്ടി? 6 എന്നല്ലേ ആൻസർ? 6 ആണോ? 6ൻ്റെ ടേബിൾ ഉണ്ടോ അല്ലെങ്കിൽ 4ൻ്റെ ടേബിൾ ഉണ്ടോ നോക്കി. ആൻസർ എത്ര എന്ന് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ശരിയാണോ നോക്കാം. നമ്മുടെ ആ പിക്ചറിലേക്ക് നോക്കാൻ വേണ്ട അതുപോലൊരു റെക്റ്റാങ്കിൾ ഞാൻ ഒരെണ്ണം കൂടെ വരയ്ക്കാൻ പോവാം. ഇതാണ് ഒരു റെക്റ്റാങ്കിൾ. ഇതിനകത്തിൽ ഒരു സൈഡ് 6, ഈ സൈഡ് 6. അപ്പോൾ ഈ സൈഡ് എത്ര ആയിരിക്കും? എക്സ് പ്ലസ് 8. 6ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 6 8 14. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 14. അപ്പോൾ ഈ 14 6 20, ഈ 14 6 20, 20 20 40 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ രണ്ട് സൈഡ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ലാസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തുവാ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് സൈഡ്സ്, വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. അപ്പം താഴെ എഴുതണം ലെങ്ത് ഓഫ് സൈഡ്സ് ഈക്വൽ ടു 6,14 അല്ലെങ്കിൽ ഇതിന് വേറെ രീതി 6 അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ഇങ്ങനെ വല്ലതും നമ്മൾ എഴുതി വെക്കണം. ലെങ്ത് ഓഫ് സൈഡ്, വശങ്ങളുടെ നീളം. കണ്ടോ? ഇതോടെ താഴെ എഴുതി വെക്കണം, എന്നാലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇത്രയും വരെ എഴുതിയാൽ ഇതിൻ്റെ കൂടെ മറ്റേ സൈഡൂടെ കണ്ടുപിടിച്ച ആൻസർ ആയി. പക്ഷേ ഇങ്ങനെ എഴുതി വെക്കുമ്പോഴാണ് ആ ഉത്തരത്തിനൊരു ഭംഗിയുള്ളത്. ഓക്കെ, അങ്ങനെ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യനിൽ സംഖ്യകളൊന്നും കാണുന്നില്ല അല്ലേ? ഓക്കെ. എ വയർ 3.5 meter long is cut into 2 pieces with one piece bent into a square and the other into a equilateral triangle. The length of the sides of both must be the same. What should
ദ വയർ ബി കട്ട്? 3.5 മീറ്റർ നീളമുള്ളൊരു കമ്പിയെ രണ്ടായിട്ട് മുറിച്ചു. ഒന്നുകൊണ്ട് എന്തോ ഉണ്ടാക്കി? സമചതുരം ഉണ്ടാക്കി. ഒരെണ്ണം കൊണ്ട് എന്തോ ഉണ്ടാക്കി? സമചതുരം ഉണ്ടാക്കി. ഓക്കെ, ഒരെണ്ണം കൊണ്ട് ഒരു സമചതുരം ഉണ്ടാക്കി. രണ്ടാമത്തത് കൊണ്ട് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കി. രണ്ടിൻ്റെയും വശങ്ങൾ ഒരേ നീളമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മുറിക്കും? മൊത്തം എത്ര ഉണ്ട്? 3 3.5 3.5 ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഈ ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാം. അതല്ലെങ്കിൽ 3.5 മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടോ, ഡെസിമൽ ആക്കേണ്ട സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുന്ന രീതിയിലേക്കാം. 3.5 എന്ന് പറയുന്നത് 3 മീറ്റർ എന്ന് പറയുന്നത് 3 മീറ്റർ ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്ററാ? 3 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാ? 300 സെൻറ്റിമീറ്റർ. പിന്നെ ഹാഫ് മീറ്റർ എന്ന് പറയുന്നതോ? ഹാഫ് മീറ്റർ എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 3.5 മീറ്റർ എന്ന് പറയുന്നത് 3.5 മീറ്റർ എന്ന് പറയുന്നത് 350 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഈ 350 സെൻറ്റിമീറ്റർ നമ്മൾ എത്ര പീസാക്കി മാറ്റണം? ഈക്വൽ ആയിട്ടുള്ള 5 പീസാക്കി മാറ്റണം. 3 2 5 പീസ്. അപ്പോൾ എത്ര വെച്ച് കിട്ടും ഒരു പീസ്? നമുക്കതൊരു മെത്തേഡാണേ. ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നെ. ഇതിൻ്റെ എല്ലാ അളവും ഈക്വൽ ആണേ. നോക്ക്, 1 2 3 4 സൈഡ് ഈക്വൽ ആണ്. ഇതിൻ്റെ 3ൻ്റെ സൈഡ് ഈക്വൽ ആണ് നമ്മൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ 5ഉം ഈക്വൽ ആണ് സൈഡ്സ്. അപ്പം ഈ സൈഡ് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് എത്ര വരും? എക്സ് വരും. ഈ സൈഡ് എത്ര വരും? എക്സ് വരും. ഇതെത്ര വരും? എക്സ് വരും. ഇതെത്ര വരും? എക്സ് വരും. ഇതെത്ര വരും? എക്സ് വരും. ഇതെത്ര വരും? എക്സ് വരും. ഓക്കെ, എത്ര എക്സ് ഉണ്ട് അപ്പം? 1 2 3 4. ഇതിന് 4x 4x. ഇവിടെ വരുമ്പം 3x. 4ഉം 3 കൂടെ കൂട്ടിയാൽ ടോട്ടൽ എത്ര എക്സ് വരും? 7x. 7x ഈക്വൽ ടു എത്ര എന്ന് കിട്ടി? 350 എന്ന് കിട്ടി. അപ്പോൾ ഇനി എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമില്ലയോ? എക്സ് ഈക്വൽ ടു 350 ഡിവൈഡഡ് ബൈ 7. എത്ര എന്ന് കിട്ടും? 7ഉം 35 കൂടെ വെട്ടിപ്പോവും. എത്ര 7 5 എന്ന് കിട്ടും മണ്ടയ്ക്ക്. അപ്പോൾ ആൻസർ 50 സെൻറ്റിമീറ്റർ. നോക്ക് ശരിയാണോ എന്ന്? ഇവിടെ മണ്ടയ്ക്ക് 50. അങ്ങനെ ഒരു എക്സ് 50. അപ്പോൾ 4x എന്ന് പറയുന്നത് 200. 3x എന്ന് പറയുന്നത് 150. അപ്പോൾ 200 150 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര എന്ന് കിട്ടി? 350. കറക്റ്റ് അല്ലയോ? ഇനി ഇതിനെ മീറ്ററിലാക്കാം. 50 സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലാക്കിയും കൂടെ എഴുതി വെക്കുക. എത്ര? ഹാഫ് മീറ്റർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേ? ക്വസ്റ്റ്യനകത്ത് എന്തോ ചോദിച്ചേക്കുന്നത്? ഹൗ ഷുഡ് ദ വയർ ബി കട്ട്? എങ്ങനെ ആയിരിക്കണം വയർ കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്? 2 മീറ്റർ ആൻഡ് 1.1.5 മീറ്റർ. ഒരു പീസ് 2 മീറ്റർ ആയിരിക്കണം. സെക്കൻഡ് പീസ് 1.5 മീറ്റർ ആയിരിക്കണം. ഈ 2 മീറ്റർ വെച്ചാണ് എന്തുണ്ടാക്കുന്നത്? സ്ക്വയർ ഉണ്ടാക്കുന്നത്. 50 100 150 200. ഇവിടെ ഒരു 50, ഇത് 100 150 200. ഇത് 200 വരും. അതായത് 2 മീറ്റർ. ഇത് 50 100 150. അതായത് 1.5 മീറ്റർ. നമ്മുടെ ആൻസർ ശരിക്കും 200 150 അല്ല. എന്തുവാ നമ്മുടെ ആൻസർ? ചോദിച്ചേക്കുന്നത് എവിടെ വെച്ച് മുറിക്കണമെന്നാണ്. അപ്പം നീളത്തിലുള്ള കമ്പിയെ കട്ട് ചെയ്യേണ്ടത് ഒരു സൈഡ് 2 മീറ്ററും മറ്റേ സൈഡ് 1/2 അല്ലെങ്കിൽ 1.5 മീറ്ററിലും വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കേട്ടോ. ചില ടീച്ചർമാർ ഇത് എഴുതിയില്ലെങ്കിലും മാർക്ക് വരും. പക്ഷെ നമ്മൾ എപ്പോഴും ലാസ്റ്റ് ആൻസർ വരെ എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ 4 ചോദ്യങ്ങൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി 4 ചോദ്യം പാർട്ട് 2 ആയിട്ടിടാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ഇട്ടേക്കണം. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം അതല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാം. ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ. ഒരു 5 ചോദ്യമോ 6 ചോദ്യമോ ഒക്കെ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ കയറി കണ്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്ക്.